പ്രിയപ്പെട്ട പെങ്ങളോ, ഈമാനം ഉറച്ചു കഴിഞ്ഞാൽ എത്ര വലിയ സൗന്ദര്യമുള്ളവനാകട്ടെ, എത്ര വലിയ പണമുള്ളവനാകട്ടെ, എത്ര വലിയ മോഹവാഗ്ദാനങ്ങൾ നൽകട്ടെ, എന്തൊക്കെ നൽകിയാൽ തോറ്റുപോകുമെടി പൊന്നുമോള്. ഈമാനുള്ള അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന ഒരു ഈമാനുള്ള പെണ്ണിന്റെ മുന്നില് യവനം തോറ്റുപോകും ചെറുപ്പക്കാരാ. എത്ര വലിയവനാണെങ്കിലും തോറ്റുപോകും. ഈമാനം ഉറക്കണം പൊന്നുമോന്, ഈമാനം ഉറക്കണം പൊന്നുമോന്. എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനൊരു ചരിത്രം പറയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങൾക്ക് പഠിക്കാം. ഇന്നത്തെ മുസ്ലിം പെണ്ണിന്റെ ജീവിതം കണ്ടാ ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത രീതിയാ. എന്തൊക്കെ പേക്കൂത്തുകളാണ് നടക്കുന്നത്. പഠിച്ചവനെ ഫർദ് ധരിച്ചുകൊണ്ട് എന്തെല്ലാം വൃത്തികേടുകൾ കാണിക്കുന്നു. ടിക്ടോക്കിലധികവും മുസ്ലിം പെണ്ണുങ്ങളാണ്. എത്രയോ എണ്ണം ഫർദ് ധരിച്ചുകൊണ്ടാണ്, ഹിജാബ് ധരിച്ചുകൊണ്ടാണ്. അല്ലാഹുവേ, നിനക്ക് കേവലം ഒരു കറുത്ത തുണിയായിരിക്കാം പെണ്ണ്, പക്ഷേ ആ തുണിക്ക് വല്ലാത്ത ഒരു മഹത്വമുണ്ട്. ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് വല്ലാത്ത വിലയുണ്ട്. ആയിഷാ ബീവി ധരിച്ചതാണ്, ഖദീജ ബീവി ധരിച്ചതാണ്, ഫാത്തിമ ബീവി ധരിച്ചതാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോ, ഇടയ്ക്കിടയ്ക്ക് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, നിങ്ങൾക്കും അറിയാത്ത ഒരു ചരിത്രം പറയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്, എല്ലാ പെണ്ണിനും സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത കൊതിയാണ്. എങ്കിലാ സ്വർഗത്തിന്റെ റാണി ആരെന്നറിയുമോ? ആരുടെ പുറകിൽ നിന്നാണ് സ്വർഗത്തിൽ പോകേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ. എല്ലാ പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ വലിയ ആഗ്രഹമാണ്. ആരുടെ പുറകിൽ നിന്നിട്ടാ പോണേ? അള്ളാന്റെ റസൂലിന്റെ പൊന്നാര മകള് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ. ഈ ഫാത്തിമ ബീവി മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അലിയാർ തങ്ങളോട് യാത്ര പറഞ്ഞു. അലിയാർ തങ്ങളോട് ഭാര്യയും ഭർത്താവും കൂടെ യാത്ര പറയാ, പൊരുത്തം ചോദിക്കുക. ആ പൊരുത്തം ചോദിക്കുന്നതിന്റെ ഇടയിൽ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, അലിയെ, ഞാൻ മരിച്ച പകല് ഖബറടക്കരുത്, രാത്രിയിലെ ഖബറടക്കാവും. അലിയാർ തങ്ങളോട് ഭാര്യ പറയുകയാ, ഞാൻ മരിച്ച എന്നെ പകലടക്കണ്ട, രാത്രി അടയ്ക്കാ മതി. അലിയാർ തങ്ങൾ എന്തേ എന്റെ ഈ നാട്ടിൽ എന്റെ പെങ്ങന്മാരെന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങന്മാര് മുഴുവനും കേൾക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ഭർത്താവ് ചോദിച്ചു, നീ അതെന്താ അങ്ങനെ പറഞ്ഞു? രാത്രി അടക്കിയാ മതി. ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എന്റെ ശരീരം നിങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, എന്റെ ശരീരം അലിയെ നിങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, ലോകത്ത് വേറെ ആരും കണ്ടിട്ടില്ല. അലിയെ, എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെക്കുന്നത് ആണുങ്ങളാണ്. അല്ലേ? പെണ്ണുങ്ങളല്ലല്ലോ മയ്യത്ത് പൊതിയുന്നതും ചുമക്കുന്നതും, ആണുങ്ങളാണ്. അപ്പൊ പകല് സമയത്ത് 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ പകലാണെങ്കിൽ എന്റെ ശരീരത്തിന്റെ വടിവുകൾ അന്യ പുരുഷന്മാര് കാണും. അതുകൊണ്ട് രാത്രിയിലെ ഖബറടക്കാവൂ എന്ന് മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല. മയ്യത്ത് കൊണ്ടുപോകുമ്പോ പോലും ഒരുത്തനെ എന്റെ ശരീരത്തിന്റെ വടിവ് കാണരുതെന്ന ഫാത്തിമ ബീവി ആഗ്രഹിച്ചേ. നമ്മുടെ ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിതം ആലോചിക്കേ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഫാത്തിമ ബീവി കിടക്കുന്ന സ്വർഗവാ എല്ലാരും ചോദിക്കുന്നു. എന്തുകൊണ്ട് ഈമാൻ അങ്ങോട്ട് ഇറക്കണം ചങ്ങാതി? വെറുതെ അല്ല. അത് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും മക്കളാണെങ്കിലും. ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിം കാണിക്കുന്നത് പോലെ വൃത്തികെട്ട പരിപാടി വേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ കാണിക്കും? ഏതെങ്കിലും ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ ആരെങ്കിലും കാണിക്കാനുണ്ടോ? നമുക്കങ്ങോട്ട് വല്ലാത്ത പവറാ. മുസ്ലിം കാണിക്കുന്ന പോലെ എനിക്ക് ഇവിടെ ഇരുന്ന് പറയണ ഒരു വാക്ക് പറയാൻ എന്റെ നാവിന്റെ തുമ്പിൽ വന്നിരിക്കുന്നുണ്ട്. പക്ഷെ അത് പറയൽ അതവുകേടായതുകൊണ്ട് ഞാൻ പറയണില്ല. അത്രയ്ക്കും തരം താഴ്ന്ന പരിപാടി. എന്തൊക്കെയായില്ലേ, എന്തൊക്കെ ആർഭാടങ്ങളാണ്. കല്യാണ ദിവസമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ടാ. അള്ളാഹു സഹിക്കൂല, നെഞ്ചുകൂട്ടി പോകും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മയ്യത്ത് കെട്ടിൽ ചുമന്നുകൊണ്ട് പോകുന്ന ഓർമ്മയൊക്കെ വേണം കല്യാണ പെണ്ണിനെ ഇറക്കുമ്പോ കേട്ടോ. കല്യാണ പെണ്ണിനെ ഇങ്ങനെ ആനയിച്ചുകൊണ്ട് ഇങ്ങനെ പൂപ്പന്തലൊക്കെ വെച്ച് ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോകുമ്പോ മയ്യത്ത് കെട്ടിലും കൂടെ ഇടയ്ക്കിടക്കൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. ഇപ്പൊ കല്യാണ പെണ്ണിനെയും പയ്യനെയൊക്കെ കൊണ്ടുപോകുന്നത് മയ്യത്ത് കെട്ടിൽ ഇങ്ങനെ തോളി വെച്ചിട്ട് പോകുന്ന പോലെ സുന്ദരിയെ നടുക്ക് നിർത്തിയിട്ട് കൊണ്ടുപോകും.
പള്ളിപ്പറമ്പിലേക്ക് അങ്ങനെ തന്നെയാ കൊണ്ടുപോകുന്നത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ഞാൻ പറയണില്ല, എന്താ പറഞ്ഞതിന് അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈമാൻ നിറച്ചാലേ ഈമാനുള്ള ഒരു പെണ്ണിൻ അവളുടെ മുന്നിൽ ആരും തോറ്റുപോകും. ഈമാനുള്ള ഒരു പെണ്ണിന്റെ മുന്നിൽ ആരും തോറ്റുപോകും. തോറ്റുപോയൊരു ചരിത്രം പറയട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, ഈ മറയ്ക്കപ്പുറത്തിരിക്കുന്ന ഈ നാട്ടിലെ പെൺമക്കൾക്ക് പഠിക്കാനൊരു ചരിത്രം പറയാ. നിന്റെ ഈമാൻ ഉറച്ചു കഴിഞ്ഞാൽ എല്ലാരും നിന്റെ മുന്നിൽ തോറ്റുപോകും. പെങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഅ്റാജിന്റെ രാത്രിയിൽ സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. മിഅ്റാജ് എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര നടന്ന ദിവസമുണ്ടല്ലോ. നബി ഒരുപാട് കാഴ്ചകൾ കണ്ടു, ഒരുപാട് ഖബറുകൾ കണ്ടു. അല്ലാഹുവിന്റെ പ്രവാചകൻ ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ഒരു ഖബർ ഇങ്ങനെ പ്രകാശിക്കുകയാണ്, ഒരു ഖബർ ഇങ്ങനെ പ്രകാശിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ജിബ്രീലേ, ആ പ്രകാശിക്കുന്ന ഖബർ ഏത് പ്രവാചകന്റെ ഖബറാ? ഒരു ഖബർ പ്രകാശിക്കുന്നല്ലോ, അത് ഏത് പ്രവാചകന്റെ ഖബറാണ്? മുത്തുനബി ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അത് പ്രവാചകന്മാരുടെ ഖബറല്ല, അത് പ്രവാചകന്മാരുടെ ഖബറല്ല. ആരുടെ ഖബറാ ജിബ്രീലേ? ആ പ്രകാശിക്കുന്ന ഖബറാരുടെ ഖബറാണ്. വല്ലാത്ത ഒരു സുഗന്ധവും അടിക്കുന്നല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, വേലക്കാരിയായ പെണ്ണിന്റെയും മക്കളുടെയും ഖബറാണ് നബിയേ. ഒരു വേലക്കാരിയായ പെണ്ണിന്റെ ഖബറാണ്, ഒരു വേലക്കാരിയായ ഒരടിമ പെണ്ണിന്റെ ഖബറാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത അത്ഭുതമായി. ആരാ ആ അടിമ പെണ്ണാരാ? വീട്ടിലെ ജോലിക്കാരിയായ പെണ്ണാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അത് മാഷിദ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറാണ് നബിയേ. അറിയുവോടാ ചെറുപ്പക്കാരാ, ഈ നാട്ടിലുള്ള എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മാഷിദ എന്ന് പറയുന്ന പെണ്ണാരെന്ന് നിനക്കറിയുമോ? നിനക്കെല്ലാ സിനിമാ നായികമാരെയും അറിയാ, എല്ലാ സീരിയൽ നടിമാരെയും അറിയാ. പടച്ചവനെ, ഏത് പ്രസിദ്ധീകരണത്തിലും വരുന്ന പെണ്ണുങ്ങളുടെ പേര് നിനക്കറിയാ. ആരാ ആരാ? മാഷിദ ബീബി റളിയല്ലാഹു തആല എന്ന് പറയുന്ന മഹദി ആരെന്നറിയുമോ? സമയം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം പെങ്ങളെ. ആരാ മാഷിദ? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, മാഷിദ ആരാണ്? മാഷിദയ്ക്ക് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം എന്താണ്? യാ റസൂലല്ലാഹ്, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പെണ്ണാണ് മാഷിദ. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ സാക്ഷാൽ ഫിർഔനുണ്ടല്ലോ, സാക്ഷാൽ ഫിർഔനുണ്ടല്ലോ, ആ ഫിർഔനിന്റെ വീട്ടിലെ വേലക്കാരിയാണ് നബിയേ. അല്ലാഹുവേ, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച, മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ച അല്ലാഹു ഇന്നും കാണുന്നതിന് വേണ്ടി ഫിർഔനിന്റെ ശരീരം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ. 300 കൊല്ലം അതാ ഉപ്പുവെള്ളത്തിൽ കടന്നിട്ടും നശിക്കാത്ത സാക്ഷാൽ ഫിർഔൻ ഇന്നും ഈജിപ്തിന്റെ മ്യൂസിയത്തിന്റെ അകത്ത് പടച്ചവനെ വെച്ചിട്ടുണ്ട്. എന്തിനാ കാണാ? ഖുൽ സീറൂ ഫിൽ അർളി ഫൻദുർ കൈഫ കാന ആകിബത്തുൽ മുകദ്ദിബീൻ. നമുക്ക് പഠിക്കുന്നതിന് വേണ്ടി അല്ലാഹു വെച്ച് തന്നിരിക്കുകയാ. ആ ഫിർഔനിന്റെ പേര് കേൾക്കുമ്പോ അറിയാമല്ലോ, ആ ഫിർഔനിന്റെ വീട്ടിലെ വേലക്കാരിയാണ് മാഷിദ. മാഷിദ ബീബി റളിയല്ലാഹു തആല അൻഹ മൂസാ നബിയുടെ മുന്നിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. മൂസാ നബി അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുകയാണ്. അവിടെ നിന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അല്ലാഹുവേ, മൂസാ നബി പറഞ്ഞു കൊടുത്തു, മാഷിദ,
എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. അല്ലാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് വേണം ഏത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും അവിടെ പറയടേ എന്ന് മൂസാ നബി പറഞ്ഞു കൊടുക്കുമ്പോ ആസിതാ ബീവി മുസ്ലിമായ കാര്യം ആരും അറിഞ്ഞിട്ടില്ല. അങ്ങനെ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് ഒരു ദിവസം ഫിർഔനിന്റെ പൊന്നുമകളുടെ മുടി ചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ചീപ്പെടുക്കുകയാണ്. പുതിയ വസ്ത്രം ധരിക്കുമ്പോ പുതിയ ചീപ്പെടുത്തപ്പോ ആസിതാ ബീവി പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ അറിയാതെ എന്ന് പറഞ്ഞു പോയി. ഫിർഔനിന്റെ മകള് കേൾക്കുകയാണ്. അടച്ചവരെ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഫിർഔനിന്റെ ചെവിയിലെത്തി അതാ കൊട്ടാരത്തിലെ വേലക്കാരിയായ പെണ്ണ് മുസ്ലിമായെന്ന് പുറത്തിറഞ്ഞ നാണക്കേടാ. അതുകൊണ്ട് ആരും അറിയാതെ ഫിർഔനെ ഭീഷണിപ്പെടുത്തി. അവിടെ നിന്ന് ആശുപത്രി ഉപദേശിക്കുകയാണ്. അവിടെ നിന്ന് നീ ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരണം, നിനക്കതാണ് നല്ലത്. ഒരുപാട് ഉപദേശം കൊടുത്തു, ഒരുപാട് പടച്ചവനെ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി. പക്ഷേ മാഷിത്ത പതറിയില്ല. കാരണം മാഷിത്ത നമ്മളെ പോലെ കേവലം മുസ്ലിമല്ല, അവള് ഫർദ് ധരിച്ച കേവലം മുസ്ലിമല്ല, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവളാണ് മാഷിത്ത. മാഷിത്ത മുസ്ലിമായത് കൊട്ടാരം മുഴുവനും അറിഞ്ഞു, ജനങ്ങളിലേക്കും എത്തി, വലിയ വിഷയമായി. സാക്ഷാൽ ഫിർഔൻ നേതാക്കന്മാരെ മുഴുവനും വിളിച്ചുകൂട്ടി. ഇന്ന് കൊട്ടാരത്തിലെ വേലക്കാരി മുസ്ലിമായിരിക്കുകയാണ്. അവളെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം, എല്ലാവർക്കും മാതൃകയാകുന്ന ശിക്ഷ കൊടുക്കണം. എന്റെ പ്രിയമുള്ളവരെ തീരുമാനമെടുത്തു. എന്തേ ചെയ്തതെന്നറിയുമോ? ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ. ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാണ്. തിളങ്ങുന്നതാ എണ്ണ ഇങ്ങനെ തിളച്ചു മറിയുകയാണ്. ആസിതാ ബീബി റളിയല്ലാഹു തആല അൻഹ മഹ്ദിയെ കൊണ്ടുവന്നു. തിളച്ച എണ്ണയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഫിർഔനിന്റെ കിങ്കരന്മാര് ചോദിച്ചു, മാസിതാ വല്ല മാറ്റവുമുണ്ടോ മാസിതാ? ആസിതാ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, എന്നെ നിങ്ങൾ എന്ത് ചെയ്താലും എന്നെ കൊന്നാലും ഞാൻ മടങ്ങി വരില്ലടാ. ഞാൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവളാ. എന്നെ നിങ്ങൾ വേണമെങ്കിൽ കൊന്നോ, പക്ഷേ മടങ്ങി വരുമെന്ന് നിങ്ങൾ കരുതണ്ട. ഇത് പറഞ്ഞപ്പോൾ ശത്രുക്കൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. എന്തേ ചെയ്തതെന്നറിയോ? ആശിത്തയോട് പറഞ്ഞു, നോക്കും ആസിത്ത, ആ കൊണ്ടുവരുന്നത് ആരെയെന്ന് നോക്കും ആസിത്ത. തന്റെ 3 മക്കളിൽ ഏറ്റവും മൂത്ത മകളുണ്ടല്ലോ, 9 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നുണ്ട് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകള് ശത്രുക്കൾ പിടിച്ചുകൊണ്ടുവന്ന് തിളച്ചു മറിയുന്ന എണ്ണയുടെ മുകളിൽ കൊണ്ടുവന്ന് കെട്ടി നിർത്തിയിട്ട് അവളെന്ന് ചോദിക്കുന്നു, മാസിത്താ ഇനി പറ, നിനക്ക് മാറ്റമുണ്ടോ? അല്ലെങ്കിൽ നിന്റെ പൊന്നുമോള് ഈ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ട് പൊരിക്കും മാസിത്താ. ആസിതാ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ശത്രുക്കൾ പറയുമ്പോ, എന്ത് ചെയ്തെന്നറിയോടാ ചെറുപ്പക്കാരാ? എന്ത് ചെയ്തെന്നറിയുമോ പെങ്ങളെ? തന്റെ പൊന്നാര മകളെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. തന്റെ പൊന്നാര മകളെ അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. അവിടെ നിന്ന് ചുടുചുംബനം കൊടുക്കുകയാണ്. എന്നിട്ട് മകളുടെ ചെവിയിൽ പറയുന്നു, മോളെ കരയല്ലേ, എന്റെ പൊന്നുമോള് പേടിക്കല്ലേ, അല്ലാഹു നമുക്ക് സ്വർഗം തരും മോളെ, സ്വർഗത്തിൽ വെച്ച് കാണാം മോളെ. തന്റെ പൊന്നാര മകളെ യാത്രയാക്കുകയാണ്. തിളച്ചു മറിയുന്ന എണ്ണയ്ക്കകത്ത് തന്റെ പൊന്നാര മകളെ ഇട്ട് കരിക്കുകയാ. ആസിത ബീബി കരഞ്ഞില്ല, നിലവിളിച്ചില്ല, ചിരിക്കുന്ന മുഖത്തോടെ നോക്കി നിന്നു. അല്ലാഹുവേ, രണ്ടാമത്തെ കുഞ്ഞിനെ കൊണ്ടുവന്നു. ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു, മാറ്റമുണ്ടോ? അപ്പോഴും ആസിത പറഞ്ഞു, ഒരു മാറ്റവുമില്ല. രണ്ടാമത്തെ കുഞ്ഞിനെയും കരിച്ചു കളഞ്ഞു. റബ്ബേ, മൂന്നാമത് കൊണ്ടുവന്നത് ആരെയെന്നറിയോ? പാല് കുടിക്കുന്ന പൊന്നുമോനെയാ.
മാത്രം പ്രായമുള്ള പൊന്നാര മകനെ കൊണ്ടുവന്ന് തിളച്ച എണ്ണയുടെ മുകളിൽ നിർത്തിയിട്ട് ശത്രുക്കൾ ചോദിച്ചു, മാസിത്ത ഇതാരാണെന്ന് നോക്കും, മാസിത്ത ഇതാരാണെന്ന് നോക്കും, മാസിത്ത നിന്റെ പൊന്നുമകനോട് നിനക്ക് യാത്ര പറയാൻ കഴിയോ? പാല് കൊടുത്ത് കൊതി തീർന്നില്ലല്ലോ, കണ്ട് കൊതി തീർന്നില്ലല്ലോ. മാസിത്ത ബീവിയോട് ശത്രുക്കൾ അവിടെ നിന്ന് ചോദിക്കുമ്പോ മാസിത്ത ബീവിയുടെ കണ്ണ് നിറയുകയാ. കാരണം ചോരക്കുഞ്ഞാണല്ലോ, പൊന്നാര മകനാണല്ലോ. മാസിത്ത ബീവിയുടെ കണ്ണ് നിറയുകയാണ്. ഇത് കണ്ടപ്പോൾ ശത്രുക്കൾ വിചാരിച്ചു തോറ്റുപോയെന്ന്. മാസിത്ത തോറ്റെന്ന് ശത്രുക്കൾ വിചാരിക്കുകയാ. എല്ലാവരും ചിരിക്കുകയാണ്, എല്ലാവരും മാസിത്താനെ കളിയാക്കുകയാണ്. മാസിത്ത ബീവി തലതാഴ്ത്തി നിന്ന് കരയുകയാണ്. അല്ലാഹുവേ, പാല് കുടിക്കുന്ന പൊന്നുമോ നോക്കുമ്പോ ഉമ്മാനെ എല്ലാവരും കളിയാക്കി ചിരിക്കുന്നു, ഉമ്മാനെ എല്ലാരും കളിയാക്കി ചിരിക്കുന്നു. ഉമ്മയാണെങ്കിൽ കരന്നുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവേ, ആ സമയത്ത് എല്ലാവരും ഉമ്മാനെ കളിയാക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ സഹായം ഇറങ്ങുകയാണ്, റബ്ബിന്റെ സഹായം ഇറങ്ങുകയാണ്. പാല് കുടിക്കുന്ന കുഞ്ഞ് സാധാരണ സംസാരിക്കാറില്ല. പക്ഷേ മാഷിത്ത ബീവിയുടെ പൊന്നുമോനുണ്ടല്ലോ, അവിടെ നിന്ന് വിളിക്കുന്നു, യാ ഉമ്മ, ഇവന്മാരുടെ മുന്നിൽ തോറ്റു കൊടുക്കല്ലേ ഉമ്മ. ഇവന്മാര് നമ്മളെ കൊന്നാല് ആരാ പറയുന്നത്? പാല് കുടിക്കുന്ന കുഞ്ഞ് വിളിച്ചു പറയുകയാണ്, ഇവന്മാര് കൊന്നാലും തോറ്റു കൊടുക്കല്ലേ ഉമ്മ. എന്നെ ഒന്ന് ചിരിക്കുന്ന മുഖത്തോടെ യാത്രയാകുമ്മ. ഞാൻ സ്വർഗത്തിൽ പോകട്ടെ, ഞാൻ സ്വർഗത്തിൽ പോകട്ടെ. പാല് കുടിക്കുന്ന പൊന്നുമകൻ തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് ചോദിക്കുകയാണ്, ഈ തീയൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുമുമ്മ, പക്ഷേ നരകത്തിന്റെ തീയുണ്ടല്ലോ, അത് താങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയില്ല ഉമ്മ. പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് മാസിത്ത ബീവി റബ്ബിന്റെ സ്വർഗത്തിലേക്ക് അവിടെ നിന്ന് യാത്രയാക്കുകയാണ്. 3 മക്കളും മരിച്ചു. ആ സമയത്ത് ഫിർഔൻ അവിടെ നിന്ന് മാസിത്തയോട് പറഞ്ഞതെന്തെന്നറിയോ? എന്തായാലും നിന്നെ കൊല്ലാൻ പോവുകയാണ്. തോറ്റു മാസിത്ത, നിന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി. ആരാ പറഞ്ഞത്? സാധാരണ ഒരാളല്ല, തന്റെ വീട്ടിലെ വേലക്കാരിയായ മുസ്ലിം പെണ്ണിന്റെ ഈമാനിന്റെ മുന്നിൽ ആരാ പറയുന്നത്? അന റബ്ബുകുമുൽ അലാ, ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ സാക്ഷാ ഫിർഔൻ പറയുകയാ. തോറ്റു മാഷിത്ത നിന്റെ മുന്നില്, നിന്റെ ഈമാനിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി. നിന്നെ കൊല്ലാൻ പോവുകയാണ്. വല്ല അഭിലാഷവും ഉണ്ടെങ്കിൽ പറ, എനിക്കൊരുപാട് ഭക്ഷണം വിളമ്പി തന്നവളല്ലേ, ഞാൻ നിന്നെ മകളെ പോലെ സ്നേഹിച്ചു പോയി മാസിത്ത. അവസാനത്തെ മോഹമെന്തേ? എന്നെ ജീവനോടെ വിടണേ എന്നല്ല പറഞ്ഞത്. അവിടെന്ന് പറഞ്ഞു, എന്റെ ഈ കിടക്കുന്ന 3 മക്കളുണ്ടല്ലോ, ഇവരെ എന്റെ കബറിന്റെ അകത്ത് തന്നെ കബറടക്കണം. എന്നെ എവിടെയാണോ കബറടക്കുന്നത്, ആ കബറിന്റെ അകത്ത് ഈ കരിഞ്ഞു കിടക്കുന്ന എല്ലും കഷ്ടമെടുത്ത് എന്റെ കബറിലിടണം. അല്ലാഹുവേ, അവിടെ നിന്ന് മാഷിത്തെ അവര് കൊന്നുകളഞ്ഞു. അതേ കബറിന്റെ അകത്ത് തന്നെ മക്കളെയും കബറടക്കി. അല്ലാഹുവിന്റെ പ്രവാചകരോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ആ പെണ്ണിന്റെ കബറാണ് നബിയേ. ഖിയാമത്ത് നാൾ വരെ ഇതിനകത്ത് നിന്ന് സുഗന്ധം അടിച്ചു വീശുമെന്ന് ചരിത്രം അവിടെ നിന്ന് പറയുമ്പോ, ഈമാൻ ഉറച്ചാൽ അങ്ങനാ, വിശ്വാസം ഉറച്ചാൽ അങ്ങനാ. അതുകൊണ്ട് ഈമാൻ വർദ്ധിപ്പിക്കാനുള്ള ഒന്നാമത്തെ വഴി, റബ്ബിനോട് നീ ദുആ ചെയ്യണേ, ഈമാൻ വർദ്ധിപ്പിച്ച് തരണേ അല്ലാ എന്ന് നീ റബ്ബിനോട് ദുആ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ